ഹലോ, ഹായ് ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ. 24-ന്റെ റൈഡിംഗ് റിപ്പോർട്ടർ യാത്ര തുടരുകയാണ്. യാത്രയിൽ പല പല ദേശങ്ങൾ, അവിടുത്തെ കാഴ്ചകൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, വ്യത്യസ്തമായ കാഴ്ചകൾ, അങ്ങനെ റിപ്പോർട്ടുകൾ നിരവധിയുണ്ട്. നമ്മുടെ റൈഡേഴ്സ് യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇന്നത്തെ കാഴ്ചകളിലേക്ക് നേരെ പോകുന്നു. ലെറ്റ്സ് ബിഗിൻ റൈഡിംഗ് റിപ്പോർട്ടർ. റൈഡിംഗ് റിപ്പോർട്ടറിൽ ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. കടുത്ത വേനലിൽ അല്പം ആശ്വാസം അനുഭവിക്കുന്ന മേഖലയാണ് ആലപ്പുഴയിലെ കായൽ ടൂറിസം. കോവിഡിന് ശേഷം വിദേശ വിനോദസഞ്ചാരികൾ കുറഞ്ഞുവെങ്കിലും സീസണിൽ ലഭിക്കുന്ന ആഭ്യന്തര ടൂറിസ്റ്റുകളാണ് മേഖലയെ ഇപ്പോൾ പിടിച്ചു നിർത്തുന്നത്. എന്നാൽ മഹാപ്രളയത്തിനും കോവിഡിനും ശേഷം തിരിച്ചുവരവിന്റെ പാതയിലെത്തുന്ന കായൽ ടൂറിസം മേഖലയെ കിതപ്പിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ്. ഹൗസ് ബോട്ടുകളും ശിക്കാരവള്ളങ്ങളും ലോണെടുത്ത് വാങ്ങിയ സംരംഭകരും 5000-ഓളം തൊഴിലാളികളുമാണ് ഈ മേഖലയിൽ ഇപ്പോഴുള്ളത്. ആലപ്പുഴയിൽ നിന്നും മനീഷ് മഹിപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ആദ്യം. കിഴക്കിന്റെ വെനീസായ ആലപ്പുഴയെ ഒരു ആഗോള വിനോദസഞ്ചാര കേന്ദ്രമാക്കിയതിൽ ഈ കാണുന്ന ശിക്കാര വള്ളങ്ങൾക്കും ഹൗസ് ബോട്ടുകൾക്കും നിർണായകമായ പങ്കുണ്ട്. ഉത്തരവാദിത്ത ടൂറിസം അടക്കം 10,000-കണക്കിന് ആളുകളാണ് ഈ മേഖലയിൽ നിത്യവും പണിയെടുത്ത് ജീവിക്കുന്നത്. സംസ്ഥാനത്തിനകത്ത് നിന്നും ഒരുപാട് ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഇപ്പോൾ പുനലൂർ നിന്നൊരു കുടുംബമാണ്. വെക്കേഷനായിട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഞങ്ങൾ RVC കോറിൻ്റെ ആർമിയുടെ തന്നെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ആലപ്പുഴ വെച്ചായിരുന്നു. അതും കൂടെ കൂടി ഒരുമിച്ച് വെക്കേഷനായിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. ആലപ്പുഴയിൽ ഇത്തവണ RVCയുടെ വെറ്ററൻസ് മീറ്റ് ഇവിടെ വെച്ചായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം കൂടെ ഹൗസ് ബോട്ട് കുറേ ഫാമിലി ഉണ്ട്. ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്. എൻ്റെ ഫാദർ ആർമിയിലായിരുന്നു, അങ്ങനെ വന്നതാണ്. ഞങ്ങൾ വെക്കേഷനായിട്ട് ഇറങ്ങിയാണ്. ഞങ്ങൾ ഇന്നൊരു ഇന്ത്യൻ ആർമിയിലെ RVC വെറ്റിനറി കോർ എന്ന് പറയുന്നൊരു കോറുണ്ട്. അപ്പോൾ ആ കോറിൽപ്പെട്ട ഞങ്ങൾ റിട്ടയർഡ് ചെയ്ത പിന്നെ പട്ടാളക്കാരെല്ലാം കൂടെ വർഷത്തിലൊരു പ്രാവശ്യം ഞങ്ങളൊരു കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നുണ്ട്. അതിപ്പോൾ 9 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ പോകുന്നു. ഈ മേഖല ഞങ്ങളെന്ന് വെച്ചാൽ ഓരോ വർഷവും ഞങ്ങൾ ഓരോ ഡിസ്ട്രിക്റ്റാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് കോഴിക്കോടായിരുന്നു ഡിസ്ട്രിക്റ്റ്. ഈ വേക്ക് ഞങ്ങൾ ആലപ്പുഴ ഡിസ്ട്രിക്റ്റാണ്. ഈ ഹൗസ് ബോട്ടിൽ നമ്മുടെ RVCയുടെ പരിപാടി ആദ്യമായിട്ടാണ് ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ ആലപ്പുഴക്കാരനാണ്. ഇതിപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഹൗസ് ബോട്ടിനെ കുറിച്ച് അവരുടെ ഇൻട്രസ്റ്റ് എടുക്കുകയും ഞങ്ങൾ ഇവിടെ ഫിറ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. ആലപ്പുഴയിലെ കായൽ ടൂറിസം മേഖലയിൽ ഏകദേശം 1500-ഓളം ഹൗസ് ബോട്ട് ഉണ്ടെന്നാണ് പോലീസിൻ്റെ കണക്ക്. 500-ഓളം ശിക്കാര വള്ളങ്ങളുമുണ്ട്. അതിൽ കായൽ ടൂറിസം മേഖലയിലെ പ്രധാന ഹബ്ബാണ് ഈ മുഹമ്മ, പള്ളാത്തുരുത്തി, പുന്നമട, കൈനകരിയുമുണ്ട്. അതിൽ പുന്നമടയിലാണ് ഞാനുള്ളത്. രാവിലെ 11 മണിയോടുകൂടി തന്നെ ഇവിടെ ഈ ആളുകളൊക്കെ തന്നെ അതിഥികളെ സ്വീകരിച്ച് കായൽ ടൂറിസം മേഖലയിലേക്ക് കടക്കാനുള്ള തിരക്കിലാണ്. എന്താണ് ഇവിടുത്തെ വിശേഷം തിരക്കാം. സീസണാണോ? നല്ല ഓട്ടമൊക്കെ ഉണ്ടോ? നല്ല തിരക്കാ, നല്ല ഓട്ടമുണ്ട്. നിൽക്കാൻ സമയമില്ല. ചൂട് അത് മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ട്. ബാക്കിയെല്ലാം കൊണ്ട് സുഖമാണ്. അത് തീർച്ചയായിട്ടും നല്ല കാറ്റ്. കായലിലോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രധാനമായും ഏപ്രിൽ മെയ് മാസങ്ങളാണ് കായൽ ടൂറിസം മേഖലയുടെ ഒരു സീസൺ. അതുകൊണ്ട് കായൽ നിറയെ ഹൗസ് ബോട്ടുകളാണ്. ഈ കായൽ സൗന്ദര്യം ആസ്വദിക്കാൻ മാത്രമല്ല ആളുകൾ ഇവിടെ എത്തുന്നത്. കല്യാണം, വിവാഹ നിശ്ചയം തുടങ്ങി 28 പിറന്നാൾ ആഘോഷത്തിന് വരെ വിവിധ ആളുകൾ ഇവിടെ എത്തും.
കുട്ടനാടിൻ്റെയും ആലപ്പുഴയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം തുറക്കാൻ പറ്റി. അതിന് ഏറ്റവും വലിയ കാര്യം. പിന്നെ ഇവരുടെ സർവീസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇവർ ചെയ്തു തന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഹൗസ് ബോട്ട് മേഖല പ്രതിസന്ധികളുടെ ആഴങ്ങളിലാണ്. പല നല്ല പദ്ധതികൾ വന്നെങ്കിലും ഒന്നും നടപ്പിലായില്ല. എന്തിന് പല സ്ഥലങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല. ചേട്ടാ, എന്താണ് ഈ മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ടൂറിസം മേഖല ഇപ്പോൾ ആലപ്പുഴയിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിന് വരുമാനം നേടിത്തരുന്നത് ആലപ്പുഴയിലെ ടൂറിസം മേഖലയാണ്. അതിൽ വിദേശ ടൂറിസ്റ്റുകൾ വരാത്തതെന്ന് വെച്ച് നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മയാണ്. നമ്മൾ ടൂറിസ്റ്റുകൾ നമ്മൾക്ക് കേരളത്തിൽ വരേണ്ട അല്ലെങ്കിൽ ആലപ്പുഴയിൽ വരേണ്ട ടൂറിസ്റ്റുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനുള്ള കാരണം അടിസ്ഥാന സൗകര്യങ്ങൾ. ഒരു ATM കൗണ്ടറില്ല, ഒരു മൂത്രപ്പുരയില്ല. ഇപ്പോൾ ഒരു പുതിയൊരു ബിൽഡിംഗ് വെച്ചാൽ തന്നെ അതിനകത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടി അവിടെ ഇട്ടിരിക്കുക. 2018 തൊട്ടുള്ള മാലിന്യങ്ങൾ ഇവിടുത്തെ കായലുകളിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവന്ന് ഒരു പുതിയ ബിൽഡിംഗ് വെച്ചിട്ട് അതിനകത്ത് കൊണ്ട് നിക്ഷേപിച്ചിരിക്കുക. അപ്പോൾ ഇതെല്ലാം മാറണം. അടിസ്ഥാന സൗകര്യങ്ങളാണ് ടൂറിസം മേഖലയുടെ പ്രധാനപ്പെട്ട കാതൽ. അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവാണ്. കുടിവെള്ളമില്ല, കൈ കഴുകാൻ ഒരു പൈപ്പില്ല, ഒരു നല്ല ഹോട്ടലില്ല. പുറത്തിറങ്ങി കഴിഞ്ഞാൽ മൂത്രമൊഴിക്കാനോ ബാത്റൂമിൽ പോകാനോ പറ്റിയില്ല. ഇവിടെ വെള്ളം കാശ് കൊടുത്ത് മേടിക്കണം. ഒരു ഫ്രീ വെള്ളം എന്തെങ്കിലും വെക്കണ്ടായിരുന്നു ഈ ചൂടത്ത്. ഇത്രയും വണ്ടിക്കാർ ചൂടത്ത് ഇവിടെ എന്തെങ്കിലും ഒരു വെള്ളം എടുത്ത് മറ്റേ കന്നാസിൽ വെച്ച് വെക്കണ വെള്ളമില്ലേ, അതുപോലെ വെക്കണേ എല്ലാവരും. வெயிலுக்கு தண்ணி தான் முக்கியம். தண்ணியே இங்கே கிடைக்கிறதில்ல. தண்ணி கேட்டாலும் தண்ணியே கிடைக்காது. தண்ணி வாங்கணும்னா இந்த கடை அங்கே இருக்குது, இல்லை இங்கே இருக்குது. ഒന്ന് ചുറ്റിക്കറങ്ങിയാൽ മനസ്സിലാകും, ആകെ കിട്ടുന്ന ഈ 2 മാസം മാത്രമാണ് അവർക്ക് ഏക ആശ്വാസം. കോവിഡിന് ശേഷം വിദേശ വിനോദസഞ്ചാരികൾ തീരെ എത്താറില്ല. ഏക ആശ്രയം ആഭ്യന്തര ടൂറിസ്റ്റുകളാണ്. പക്ഷേ നിരവധി പ്രശ്നങ്ങൾ അവിടെയുമുണ്ട്. നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ് ഹൗസ് ബോട്ട് മേഖലയിൽ പണിയെടുക്കുന്നവർ. ക്യാമറമാൻ MT അധീഷിനും അനന്തു ബാബുവിനുമൊപ്പം മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. നിരവധി പ്രേക്ഷകർ കമന്റ് ബോക്സിൽ പുതിയ പരിപാടിക്ക് ആശംസകൾ അറിയിച്ച് ഇന്നും ഉണ്ട്. അതിൽ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ നിരവധി ആളുകളുണ്ട്. അതിൽ സുലൈമാൻ അബ്ദുൽ ഖാദർ പറയുന്നു, 24-ന്റെ പുതിയ പരിപാടി കാരണം എൻ്റെ ഉച്ച ഉറക്കം അത് 2:30 എന്നാണ് പറയുന്നത്. അങ്ങനെ പറയരുത്. 2:30 നമ്മുടെ സുഹൈൽ വരുന്നുണ്ട്, അപ്പോൾ പോലീസ് ജാരിയുമായിട്ട്. അപ്പോൾ അതും കാണണം. അങ്ങനെ നിരവധി പേരുണ്ട്. അത് വരുന്ന മുറയ്ക്ക് വായിക്കാം. അടുത്ത റിപ്പോർട്ടിലേക്കാണ്. ഇനി നമ്മുടെ റൈഡിംഗ് റിപ്പോർട്ടർ പോകുന്നത് വട്ടവടയിലേക്കാണ്. ശീതകാല പച്ചക്കറിക്കും ടൂറിസത്തിനും പേരുകെട്ട പ്രദേശമാണ് വട്ടവട. എന്നാൽ ഈ പ്രദേശത്തെ ആളുകളുടെ യാത്ര റോഡിന്റെ അവശേഷിപ്പുകൾ മാത്രമുള്ള പാതയിലൂടെയാണ്. കാലങ്ങളായുള്ള റോഡ് എന്ന നാട്ടുകാരുടെ ആവശ്യത്തെ പരിഗണിക്കാൻ ജനപ്രതിനിധികളോ അധികൃതരോ തയ്യാറായിട്ടില്ല എന്നാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പരാതി. വട്ടവടയിലെ ഈ വഴിയിലൂടെ നമ്മുടെ പ്രതിനിധി രാഹുൽ വിജയൻ ഒന്ന് യാത്ര പോയി. ആ റിപ്പോർട്ടാണ്. വേനലവധി ആയതോടെ മൂന്നാറിലേക്കും വട്ടവടയിലേക്കുമൊക്കെ വിനോദസഞ്ചാരികളുടെ വലിയ തിരക്കാണ്. നമ്മളൊന്ന് വട്ടവട വരെ വന്ന് നോക്കിയതാ വിനോദസഞ്ചാരികൾക്കൊക്കെ എന്താ പറയാനുള്ളതെന്ന്. ഇവിടെ എത്തിയപ്പോഴാണ് അവർക്ക് ഈ നാട്ടിലെ വഴിയിനെ പറ്റിയാണ് ഏറ്റവും വലിയ പരാതി ഉള്ളതെന്ന്. കോവിലൂർ ചിലന്തിയാർ റോഡിന്റെ അവസ്ഥ അത്രത്തോളം പരിതാപകരമാണ്. നമ്മൾ ആ വഴി ഒന്നൊരു യാത്ര നടത്തി നോക്കുകയാണ്. കോവിലൂരിൽ നിന്ന് ചിലന്തിയാർ വഴി പഴത്തോട്ടം വരെ 12 കിലോമീറ്റർ ദൂരമുണ്ട്. 10 വർഷം മുമ്പ് പണിതതാണ് ഈ റോഡ്. പിന്നീട് ഇന്നുവരെ അറ്റകുറ്റപ്പണിയോ റീടാറിങ്ങോ നടത്തിയിട്ടില്ല. റോഡെന്ന പേര് മാത്രമുള്ള ഈ വഴിയിലൂടെ വേണം പച്ചക്കറി കയറ്റിയ വണ്ടിയും ടൂറിസ്റ്റുകളുമായി വരുന്ന വാഹനങ്ങളും ആംബുലൻസും സ്കൂൾ ബസ്സും എല്ലാം സഞ്ചരിക്കേണ്ടത്. സാമിയാറളകം, പറശ്ശിക്കടവുകുടി, കൂടലാർകുടി, വത്സപ്പെട്ടിക്കുടി, മൂളാപ്പ എന്നീ വട്ടവടയിലെ ആദിവാസി കോളനികളിലേക്കും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്കുമുള്ള വഴിയും ഇതുതന്നെ. ഈ വഴി 5 വർഷമായിട്ട് ഇങ്ങനെ തന്നെ ഉണ്ടായിരിക്കുന്നത്. വഴി മാറുന്നില്ല. വണ്ടിന് കംപ്ലൈൻറ്റ് കൂടുതൽ വരുന്നുണ്ട്. എന്താ വെച്ചാൽ വണ്ടിന് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അപകടം ആയിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലെ ഗസ്റ്റൊക്കെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി തുക അനുവദിച്ചുവെന്ന് പല തവണയായി നാട്ടുകാർ കേൾക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ശരിയാക്കി തരാം എന്ന സിനിമാ ഡയലോഗ് പോലെയാണ് കാര്യങ്ങൾ. വട്ടവട ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു മെയിൻ വഴിയാണ് ഈ ചിലന്തിയാർ വട്ടവട കോവിലൂർ വഴി. ഇത് 4 വാർഡുകളോളം ഇതിനപ്പുറം കിടപ്പുണ്ട്. ഇതിനകത്ത് ട്രൈബൽ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ താമസക്കാരുള്ളത്.
ഈ വഴി ഇങ്ങനെ മോശമായിട്ട് 2009 ടാറിങ് ചെയ്തതിന് ശേഷം ഇതുവരെ ടാറിങ്ങോ മെയിൻ്റനൻസ് വർക്കുകളോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് വഴി പൊളിഞ്ഞ് പൊട്ടിക്കിടക്കുകയാണ്. ഇനി അടുത്ത മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിലും മോശം അവസ്ഥയാകും. ഈ കുടിയിൽ നിന്ന് വരുന്ന ചികിത്സയ്ക്ക് വരുന്ന ആൾക്കാർ മുഴുവനും ഭയങ്കര കഷ്ടപ്പെട്ടാണ് വരുന്നത്. 1-2 ആൾക്കാർ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയി മൂന്നാറിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഒരാളും കൂടി മരിച്ചും പോയായിരുന്നു. അതുപോലെ ഒരു അവസ്ഥയാണ് ഈ വഴി ഇങ്ങനെ കിടക്കുന്നത്. വട്ടവടക്കാർക്ക് റോഡ് വേണ്ടെന്നാണോ അധികൃതരുടെ മനോഭാവമെന്നും ഈ റോഡൊന്ന് ശരിയായി കിട്ടാൻ തങ്ങൾ ഇനി സമരത്തിനിറങ്ങണമോ എന്നുമാണ് നാട്ടുകാരുടെ ചോദ്യം. ഇതിപ്പോൾ ഇങ്ങനെയുണ്ട്, മഴ പെയ്താൽ ഇനി ഇത് മൊത്തം റോഡിലാണ് വെള്ളം വന്നത്. ഒരു റോഡ് നന്നാക്കാനോ പിടിക്കാനോ ആരും ഏത് പാർട്ടിയോ ഏത് ഇതോ ആരും വരുന്നില്ല. അതാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പോൾ റോഡിൻ്റെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ ഒരു ഗുണമില്ലാത്ത അവസ്ഥയാണ് ഇവിടെ. ഒരു രാഷ്ട്രീയക്കാരും ശരിക്കും പറഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയക്കാർ തന്നെ ഇല്ല. ഞങ്ങളും ചോദിക്കാനും ഇല്ല, പറയാനും ഒന്നുമില്ല. അങ്ങനത്തെ അവസ്ഥയാണ് ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ. വരുന്ന ഗസ്റ്റ് കയറി വരാനും പോകാനും വേണ്ടി വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ വരുന്ന ഗസ്റ്റിന് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. എത്ര പേരെടുത്താൽ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നത്? ആരും ഒരു നടപടി എടുക്കുന്നില്ല. ശരിയാക്കും എന്ന് പറയുന്നുണ്ട്, പക്ഷേ ശരിയാക്കി ലക്ഷണമൊന്നുമില്ല. ഒരു മുതലുമില്ല. ഈ വഴി കൂടെ ഓടുന്നത് വണ്ടി പണിയാനേ ആവുന്നുള്ളൂ. ഇതിലെ കൂടെ ഓടുന്നു, അടിമാലി പോയി വർക്ക്ഷോപ്പിൽ പൈസ കൊടുക്കുന്നു, ഒരു മെച്ചമില്ല. എന്തായാലും 5 വർഷമായിട്ട് ഈ റോഡിൻ്റെ അവസ്ഥ ഇതേപോലെ തന്നെയാണ് എന്ന് പറയുന്നത് വളരെ ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. അടിയന്തരമായി ഈ റോഡിൻ്റെ പ്രശ്നം പരിഹരിക്കേണ്ടതാണ്. നിരവധി വിനോദസഞ്ചാരികളടക്കം ദിവസേന എത്തുന്ന ഒരു വഴിയാണ് ഇത്. അധികൃതർ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കുക. സുനിൽ സുരേന്ദ്രനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. വെൽക്കം ബാക്ക്. റൈഡിംഗ് റിപ്പോർട്ടർ തുടരുകയാണ്. ഇനി നമ്മൾ പോകുന്നത് കേരളത്തിന്റെ ഒരു അതിർത്തി ഗ്രാമത്തിലേക്കാണ്. നോക്കി നിൽക്കുമ്പോൾ സ്വന്തം ദേശം പെട്ടെന്നങ്ങ് നശിച്ചു പോവുക. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ തീരദേശ ഗ്രാമമായ പൊഴിയൂരിലെ മനുഷ്യർ നിസ്സഹായതയോടെയാണ് ആ കാഴ്ച നോക്കിക്കാണുന്നത്. ദേശം, കര, പാർപ്പിടം, വിശ്വാസം, പ്രാദേശിക സംസ്കാരം, വരും തലമുറ, അങ്ങനെ പ്രിയപ്പെട്ടതെല്ലാം നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന പൊഴിയൂരിലേക്ക് ഞങ്ങളുടെ പ്രതിനിധി ഷഫീദ് റാവുത്തർ ഒരു യാത്ര നടത്തുകയാണ്. തിരുവനന്തപുരം പൊഴിയൂരിൽ നിന്നും ഷഫീദ് റാവുത്തർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തിരുവനന്തപുരത്തിന്റെ തീരദേശ റോഡ് വഴി തമിഴ്നാട്ടിലേക്കൊരു യാത്ര. കാഞ്ഞിരംകുളവും പൂവാറും കഴിഞ്ഞാൽ പൊഴിയൂരാണ്. ഭൂപ്രകൃതി കൊണ്ട് അമ്പരപ്പിക്കുന്ന ദേശം. കടലും കായലും ഒരുക്കുന്ന സ്വാഭാവിക പ്രകൃതിയാണ് പൊഴിയൂരിനെ ഒരു കാലത്ത് സമ്പന്നമാക്കിയത്. തമിഴ്നാടിന്റെ തലതൊട്ട ദേശം. പൊഴിയൂർ മുതൽ കൊല്ലങ്കോട് വരെ നീണ്ട കടപ്പുറം ദേശത്തിന്റെ സമൃദ്ധിയായി. ആദ്യം കള്ളവാറ്റിനാൽ പേരുകേട്ട സ്ഥലം, പക്ഷേ അടുത്ത തലമുറയ്ക്ക് കാൽപന്ത് ലഹരിയായി. കടലൊരുക്കിയ സ്വാഭാവിക ഫുട്ബോൾ ഗ്രൗണ്ടിൽ പൊഴിയൂരിലെ കുട്ടികൾ പന്ത് തട്ടി. പക്ഷേ അതൊക്കെ പഴയകാല പ്രതാപമാണ്. കാലുറച്ചത് കടൽ മണ്ണിലായിരുന്നു. ആ കരുത്തിൽ പൊഴിയൂരിലെ കുട്ടികൾ തുകൽപന്തിനെ കടൽ ദൂരം എത്തിച്ചു. സന്തോഷ് ട്രോഫിയിൽ മാത്രം 30-ലധികം പൊഴിയൂരുകാർ മൈതാനം കണ്ടു. സെയിന്റ് മാത്യൂസ് റിക്രിയേഷൻ ക്ലബ്ബും ഉദയ പരുത്തിയൂരും കേരള ഫുട്ബോളിന്റെ ചരിത്രമായി. വലിയ ക്ലബ്ബുകൾക്കപ്പുറം ഇന്ത്യൻ ടീമിന്റെ ജേഴ്സിയിലും പൊഴിയൂരുകാരെ കണ്ടു. മണലിൽ കളിച്ചിട്ടാണ് ഇത്രയും കളിക്കാനുള്ള ഒരു ഊർജ്ജവും എല്ലാം ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതിൽ നിന്നാണ് ദേശീയ അന്തർദേശീയ മത്സരങ്ങളിലൊക്കെ ഞങ്ങളുടെ മക്കൾ കളിക്കാനും അതുവഴി ഉദ്യോഗം നേടാനൊക്കെ സാധിച്ചു. പക്ഷേ പുതിയ തലമുറയ്ക്ക് പന്ത് തട്ടാൻ ഇന്ന് പൊഴിയൂരിൽ കടപ്പുറമില്ല. തമിഴ്നാട്ടിലെ സ്കൂൾ ഗ്രൗണ്ടുകളിൽ പൊഴിയൂരുകാർ അഭയാർത്ഥികളായി. അതിനുള്ള ഒരു അവസരം പോലും ഇല്ല. ഇപ്പോൾ സ്കൂൾ ഗ്രൗണ്ടിലും മറ്റുമാണ് കുട്ടികൾ ഇപ്പോൾ അഭയം തേടി അവിടെ കളിക്കുന്നത്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സൗകര്യവും ഇവിടെ ഇല്ല. കടപ്പുറം ഉണ്ടായിരുന്നു, മൊത്തം നഷ്ടപ്പെട്ട് തീരവില്ല, ഒന്നുമില്ല. പൊഴിയൂരുകാർക്കെല്ലാം കടലായിരുന്നു. വയറൂട്ടിയതും ജീവിക്കാൻ ഗതിയുണ്ടാക്കിയതും അടുത്ത തലമുറയ്ക്ക് താങ്ങായതും കടലാണ്. അതിനാൽ തന്നെ വിശ്വാസ പ്രമാണങ്ങളിൽ കടൽ കരുത്തായി. ഇതിനു മുമ്പ് ഈ കടപ്പുറത്ത് അത്ര ദൂരം ഉണ്ടായിരുന്നു, ഒരുപാട് ദൂരം നടക്കണം. ഞങ്ങൾ രാത്രികളിലെല്ലാം അവിടെയാണ് ഇരിക്കണം. ഞങ്ങൾ ഈ ചൂട് സമയം വരുമ്പോൾ ഞങ്ങൾ അങ്ങാണ് കടപ്പുറത്താണ് ഞങ്ങളും മക്കളും ഭർത്താവ് എല്ലാവരും കിടക്കുന്നത്.
ഒരു ദേശത്തിന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയ കടപ്പുറം എങ്ങനെ ഇല്ലാതായി? അതത്ര സ്വാഭാവികമല്ലല്ലോ. പൊഴിയൂരുകാർക്കത് ജീവന്റെ വിലയുള്ള രാത്രിയാണ്. നാലു വർഷം മുൻപൊരു രാത്രി. അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിൽ കടല് കലിതുള്ളി. നിർത്താതെ മഴ പെയ്തു. തീരവും ആദ്യനിര വീടുകളും റോഡും കടന്ന് തിരമാലകൾ ആഞ്ഞടിച്ചു. വീടുകൾ തകർന്നു. മനുഷ്യർ പെരുവഴിയിലായി. ഒരു പ്രാവശ്യം കടൽ കയറി കുഞ്ഞിനെ കൊണ്ടാണ് പോയത്. തിരിച്ച് ഒലിച്ചിട്ട് വരുന്ന നേരത്താണ് ഒരാൾ തൂക്കിയെടുത്തത്. പിന്നെ ഒരു കടൽ വീടിൻ്റെ പൊക്കത്തിൽ കയറി മറിഞ്ഞ് വീട്ടിൻ്റെ അകത്ത് കയറി. പൊഴിയൂര് കടന്നാൽ പിന്നെ കൊല്ലങ്കോടാണ്, കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ തീരദേശ ഗ്രാമം. ദാ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ എനിക്ക് തമിഴ്നാട് കാണാം. പക്ഷേ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കുള്ള തീരദേശ റോഡ് കടൽ മുറിച്ചു. അന്നു മുതൽ ഇന്നുവരെ എല്ലാ കൊല്ലവും ആ ദുരന്തം ആവർത്തിക്കുന്നു. വിദ്യാഭ്യാസത്തിനും നിത്യജീവിതത്തിനുമായി തമിഴ്നാടിനെയും പൊഴിയൂരുകാർ ആശ്രയിച്ചു. ആ പൊക്കിൾക്കൊടി ബന്ധവും പതുക്കെ പതുക്കെ അവസാനിച്ചു. എന്തിനേറെ, ആരെങ്കിലും മരിച്ചാൽ ശവമഞ്ചം കൊണ്ടുപോകാൻ പോലും റോഡില്ലാതായി. മയ്യം മരിച്ചാൽ കൊണ്ടുപോകാനുള്ള സാഹചര്യമില്ല മക്കളെ. ഞങ്ങളുടെ പ്രാർത്ഥനയോടുകൂടിയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അടക്കത്തിനായിട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ അത് നടക്കുന്നില്ല. വെറും ആംബുലൻസിൽ കയറ്റി ചുറ്റി അവിടെ സെമിത്തേരിയിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. കടല് കലിതുള്ളിയപ്പോഴൊക്കെ പൊഴിയൂരുകാർ കരഞ്ഞിട്ടുണ്ട്. കുളച്ചൽ പദ്ധതിയാണ് പൊഴിയൂരിനെ തുലച്ചതെന്ന് കടലറിവുള്ളവർ പറയും. കുളച്ചലിന് ശേഷം തെക്ക് തമിഴ്നാടിന് കര കിട്ടിയപ്പോൾ പൊഴിയൂരിനെ കടൽ വിഴുങ്ങി. 5 വർഷങ്ങൾക്ക് മുൻപ് തേങ്ങാപ്പട്ടണം മുതൽ നീരോടി വരെ തമിഴ്നാട് പുലിമുട്ടടുക്കി. പൊഴിയൂരിന് പടിഞ്ഞാറ് വിഴിഞ്ഞം പദ്ധതിയും വന്നു. തമിഴ്നാട് അങ്ങനെ കടലാക്രമണം ചെറുത്തു. പക്ഷേ അതിർത്തി പ്രദേശമായ പൊഴിയൂരിന് തീരം നഷ്ടമായി. നീരോടിയിൽ പുലിമുട് കല്ലിടുന്നതിന് മുമ്പേ നീരോടി പള്ളി എത്തിയിരുന്നു കടപ്പുറം. അപ്പോഴും അവിടെ നിന്നൊരു ബഹളമായിരുന്നു, അയ്യോ നീരോടി പോയേ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾക്ക് കടപ്പുറം ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞില്ല നീരോടിക്കാരെന്ത് ചെയ്തു, പുലിമുട്ട് കല്ലിട്ട് അവർ കടപ്പുറവും വന്ന് അവർ കടപ്പുറത്തിൽ റോഡും ഇട്ട് അതിനപ്പുറം വീടും വെച്ച്. തീരം നഷ്ടമായത് മാത്രമല്ല, ആകെ അറിയാവുന്ന മത്സ്യബന്ധനം തടസ്സപ്പെട്ടു. കമ്പവലയും മരമടിയും നിന്നു. വള്ളമിറക്കാൻ തീരമില്ലെങ്കിൽ എങ്ങനെ കടലിൽ പണിക്ക് പോകും? മുഴുപ്പട്ടിണിയായപ്പോൾ പൊഴിയൂരുകാർ കൊച്ചിയിലെ മുനമ്പത്തും തമിഴ്നാട്ടിലും പണിക്കുപോയി. അതുപോലെ തന്നെ ഞങ്ങളുടെ കുറേ മക്കൾ മുനമ്പം, കൊച്ചിയിലെ മുനമ്പം എന്ന സ്ഥലത്ത് പണിക്ക് പോകുമ്പോൾ അവിടെ ഞങ്ങളറിയപ്പെടുന്ന ബംഗാളികളെന്നാണ്. അവരുടെ ആ നാട്ടുകാരുടെ ആട്ടും തുപ്പും കേൾക്കേണ്ട അവസ്ഥയാണ്. പരിഹാരം എന്താണ്? ചെല്ലാനം മോഡൽ ടെട്രോപോഡ്, പരുത്തിയൂരിലൊരു ഹാർബർ. ഇത് രണ്ടും നടന്നാൽ തീരം തിരിച്ചു വരുമെന്ന് പൊഴിയൂരുകാർക്കും സർക്കാരിനും അറിയാം. ടെട്രോപോഡ് പദ്ധതിക്ക് 62 കോടിയും പരുത്തിയൂർ ഹാർബറിന് 5 കോടിയും ഭരണാനുമതി ലഭിച്ചു. പക്ഷേ പറയുന്നതല്ലാതെ ഒന്നും ഉണ്ടായില്ല. ടെട്രോപോഡ് പറഞ്ഞു, ഈ പറഞ്ഞ പൊഴിയൂർ ഹാർബർ പറഞ്ഞു, ഇതെല്ലാം പറയുന്നതേ ഉള്ളൂ, നമുക്കത് തുടങ്ങുന്നില്ല. അപ്പോൾ തുടങ്ങാതിരിക്കുന്നിടത്തോളം കാലം ഞങ്ങളുടെ ഈ തീരദേശം എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊഴിയൂരെന്ന ദേശം അന്ത്യശ്വാസം വലിക്കുന്നത് തിരമാല ഇരമ്പത്തേക്കാൾ ശബ്ദത്തിൽ മുഴങ്ങുന്നു. പതുക്കെ പതുക്കെ ഒരു ദേശമില്ലാതാകുമ്പോൾ ഭരണകൂടത്തിന്റെ നിസ്സംഗത മൗനമാകുന്നു. ആ മനുഷ്യരും അവരുടെ കുട്ടികളും ഇനി എത്ര നാൾ ഈ തീരത്തുണ്ടാകും? ഓരോ വീഡിയോസ് കാണുമ്പോൾ ഞങ്ങൾക്ക് കരച്ചിലാണ് വരുന്നത്. മുമ്പേ ഇരുന്ന പൊഴിയൂര്, ഇപ്പോഴത്തെ പൊഴിയൂര്, മുമ്പേ ഇരുന്ന റോഡ്, ഇപ്പോഴത്തെ റോഡ്, മുമ്പേ ഇരുന്ന വീട്, ഇതൊക്കെ ഞങ്ങൾക്ക് ഇനി ഓർമ്മയിൽ മാത്രമാണ് ആകുന്നത്. ഞങ്ങൾക്ക് കല്ലടുക്കി തരി, പുളിമുട്ട് അടുക്കിയും കട്ടായം, ഞങ്ങൾ ജീവനോടെ കിടക്കട്ടെ നിങ്ങളെ കാണാൻ. തകർന്ന ഈ റോഡ് പോലെയാണ് പൊഴിയൂരുകാരുടെ ജീവിതം. തമിഴ്നാടിൻ്റെ അറ്റം തൊട്ടതിന് കേരളത്തിൽ നിന്ന് അവഗണന. എന്നാൽ തമിഴ്നാട്ടിലേക്ക് പോകാമെന്ന് വെച്ചാലോ ഒരു റോഡ് പോലുമില്ല. എന്നെങ്കിലും ഈ റോഡ് നന്നാകുമെങ്കിൽ ഇതുവഴി ഞങ്ങളും വരും. ആ കാത്തിരിപ്പ് എത്ര നാൾ തുടരേണ്ടി വരുമെന്നുള്ളതാണ് ചോദ്യം. ക്യാമറമാൻ അരുണസാറിനൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം.
പൊഴിയൂരിലെ ജനങ്ങളുടെ ആശങ്ക അത് ചെറുതല്ല. ഒരു ഗ്രാമം തങ്ങളുടെ മുന്നിൽ നശിച്ചു പോകുന്ന കാഴ്ച അത് അനുഭവിക്കേണ്ടി വരുന്നവരുടെ അവസ്ഥയാണ് നമ്മൾ നേരിൽ കണ്ടത്. ഇനി കോഴിക്കോടിന്റെ മലയോര മേഖലയിൽ ജലക്ഷാമം അതിരൂക്ഷമാണ്. ജലസ്രോതസ്സുകളെല്ലാം വറ്റിവരണ്ടിരിക്കുന്നു. ഇതുവരെ ഇല്ലാത്ത കുടിവെള്ളക്ഷാമം ജനങ്ങളെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. ഭൂരിഭാഗം ജലവിതരണ പദ്ധതികളുടെയും പ്രവർത്തനം നിലച്ച മട്ടിലുമാണ്. നൂറുകണക്കിന് കുടുംബങ്ങൾ കടുത്ത ജലക്ഷാമം അനുഭവിക്കുന്ന കോഴിക്കോട് തോട്ടുമുക്കത്തേക്കാണ് ഇനി റൈഡിംഗ് റിപ്പോർട്ടറുടെ യാത്ര. കോഴിക്കോടിന്റെ മലയോര മേഖലയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. കൊടിയത്തൂർ തോട്ടുമുക്കത്തേക്ക്. കടുത്ത ചൂടിൽ നിരവധി കുടുംബങ്ങളാണ് ഇവിടെ കുടിവെള്ളമില്ലാതെ വലയുന്നത്. ഇവരുടെ ദുരിതം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് 24-ന്റെ ഈ യാത്രയുടെ ലക്ഷ്യം. എന്തുമാ വെള്ളത്തിന് കാത്തിക്കാണോ? വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ടോ? വെള്ളത്തിന് ഭയങ്കര പ്രശ്നം. ഞങ്ങൾ അവിടെ കിണറിന് മോട്ടോർ വെച്ചേനി, അതിന് വെള്ളം വെച്ച്. പിന്നെ പൈപ്പ് വെള്ളം ഉണ്ടായിനി, പൈപ്പ് വെള്ളവും ഇല്ലാതായി. ഇപ്പം വണ്ടി വെള്ളം മുന്നേനി, ഇന്ന് അതും ഇല്ല. കുടിക്കാനും അലക്കാനും ഒക്കെ തുല്യ വെള്ളവും ഇല്ല. കുടിക്കാൻ വരുമ്പം വെള്ളമില്ലാത്ത ഗതിയാണ്. പാത്രം വെച്ച് കുത്തിരിക്കേനി അടുതുവരെ. ഇപ്പം കാക്കവെന്നൊന്ന് പറഞ്ഞാൽ അവിടെ എവിടെയും വെള്ളം വന്നില്ല. അങ്ങനെയാണ് ബുദ്ധിമുട്ടായി നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് വിറ്റുപോയതാ തോന്നുന്നു. അത്രയും കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ. ഇനി എന്താ ചെയ്യാനുള്ളത്? അതാ പറയാനുള്ളത്. എന്നോട് പോയി വെള്ളം കെട്ടി കൊണ്ടുവരാൻ കഴിയുമോ? ഇത്രയും കാലത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പ്രശ്നം. നമ്മളെ ജീവിതത്തിൽ 10-27 വയസ്സായി. ഇത്ര കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു ചരിത്രം ഉണ്ടായില്ല. ഇവിടെ പൈപ്പ് വെള്ളം ഉണ്ടായിരുന്നു, അത് നിന്നുപോയി. പിന്നെ വണ്ടിക്ക് വെള്ളം കൊണ്ടുവരും, അതുപ്പല്ല. കുളിക്കണം, തിരുമ്പണം, അലക്കണം. വയസ്സായടുത്ത് എടുക്ക പുഴയിൽ വരെ പോകാൻ വയ്യാത്ത സ്ഥിതി. അപ്പല്ലേ പുഴയിൽ വരെ വെള്ളം പറ്റിയത്. ഇപ്പം മനുഷ്യൻ ജീവിക്കണമല്ലോ, അതിനിപ്പോൾ എന്താ മാർഗം കണ്ടെത്തണം. ഇത് മഴയില്ല, വെള്ളമില്ല, ഇല്ല കിണറ്റിന് വെള്ളം മുക്കി കൊണ്ടുവരാൻ കിണറ്റിന് പോലും വെള്ളമില്ലാത്ത സ്ഥിതി അപ്പല്ലേ. പിന്നെ മനുഷ്യൻ എന്ത് ചെയ്യും? മനുഷ്യക്കോലത്തിനാണ് മരിച്ചു പോണ കോലപ്പല്ലത്. ആ സ്ഥിതിയിലപ്പം നിൽക്കണത്. ഇങ്ങനത്തെ ഒരു ജീവിതത്തിലുണ്ടായിട്ടില്ല. 27 വയസ്സ് നമുക്കായി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പം അതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം ഗവൺമെൻറ്. എന്തായാലും ഗവൺമെൻറ്റാണല്ലോ ഇപ്പോൾ ചെയ്യാനുള്ളത്. അപ്പം നമുക്ക് ഈ ഇത്രയും കുറേ വീട്ടുകാരുണ്ട് ഇവിടെ. ഓലൊക്കെ ഈ വെള്ളത്തിനെ ആശ്രയിച്ച് കിണറ് വെള്ളം വരുമെന്ന് പറഞ്ഞിട്ടാ ഈ പാത്രം വെച്ച് ഇങ്ങനെ കാത്തിക്കുക. ഇനി ഇതിന് വെള്ളം വന്നില്ല വെച്ചാൽ ഇന്ന് കുടിക്കാനും അലക്കാനും കുളിച്ചാനും ഒക്കെ എന്താ ചെയ്യാൻ ചില കക്കൂസിൽ പോകണമെങ്കിലൊക്കെ വെള്ളമാണല്ലോ. ഇത് തുടച്ചിടാൻ പറ്റൂലല്ലോ. വെള്ളത്തിന് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടോ ഇവിടെ? ഇത് ഒരു മലയോര കുടിയേറ്റ മേഖലയാണ്. കുറേ കാലം മുമ്പ് വലിയ രൂക്ഷത ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പുതിയ പദ്ധതി വന്നു, ഇറിഗേഷൻ്റെ വകയായിട്ട് കുടിവെള്ള പദ്ധതി. പഞ്ചായത്ത് ഇപ്പോൾ വെള്ളം കൊടുക്കുന്നുണ്ട്. ഒന്നരാടം വരും. ഇന്നിപ്പോൾ വന്നിട്ടില്ല, ഇപ്പോൾ പറഞ്ഞു കേട്ടില്ലേ. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 500-ൻ്റെയോ ഒക്കെ ഒരു പാത്രത്തിൽ നിറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു 5-6 അംഗങ്ങളുള്ള കുട്ടികൾ ഉൾപ്പെടെ 5-6-7 അംഗങ്ങളുടെ ഒരു വീട്ടിലേക്ക് അതൊരിക്കലും മതിയാവുന്ന സംഗതിയല്ല. എന്താ മെമ്പർ ഇപ്പോൾ ഈ കുടിവെള്ളക്ഷാമത്തിന് ഒരു പരിഹാരം? പുഴയിലെ വെള്ളം എല്ലാം പറ്റിയിരിക്കുകയാണ്. ഒരു വലിയ കുടിവെള്ള പദ്ധതി ഇവിടെ ഉണ്ടായിരുന്നു. 150 വീട്ടുകാർ വെള്ളം കുടിക്കുന്ന ഒരു പദ്ധതി പഞ്ചായത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്നിരുന്നു. പക്ഷേ സാമൂഹ്യദ്രോഹികൾ അവിടുത്തെ ഈ ബണ്ട് തകർക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ അവിടെ വെള്ളം ഇപ്പം നിലവിൽ വെള്ളം ഇല്ലാണ്ടായിരിക്കുകയാണ്. പിന്നെ ജലജീവൻ മിഷൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അത് പെട്ടെന്നൊന്നും നടക്കില്ല. എന്നാലും അതൊരു ശാശ്വത പരിഹാരം ആകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ജലജീവൻ്റെ പദ്ധതികൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു റോഡിലല്ല, നിരവധി കുടിവെള്ള പദ്ധതികൾ ഉണ്ടായിരുന്ന തൊട്ടുമുക്കം ചെറുപുഴയിലാണ്. ഇന്നത് വറ്റി വരണ്ട് നാമാവശേഷമായി. ഇത്
ഇവിടുത്തുകാരുടെ മാത്രം പ്രശ്നമല്ല. കോഴിക്കോടിൻ്റെ മലയോര മേഖലയാകെ കടുത്ത കുടിവെള്ളക്ഷാമത്തിലാണ്. ജലദൗർലഭ്യം പരിഹരിക്കാൻ അധികൃതരുടെ ഇടപെടലുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാടൊന്നാകെ. കോഴിക്കോട് നിന്ന് മുനീഫ് തിരൂരിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24. അപ്പോൾ ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. ഒരുപാട് പേർ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട്. 24-ന് അഭിനന്ദനങ്ങൾ. ഈ പാവങ്ങളെയൊക്കെ കണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുന്നു ഉണ്ണിയെ. ഒപ്പം തന്നെ പൊഴിയൂരിലെ റിപ്പോർട്ടിംഗ് പൊളി, ഷെഫീദ് ബ്രോ എന്നൊക്കെ പറഞ്ഞ് വിപിൻ പത്മനാഭനും PR നന്ദനൊക്കെ മെസ്സേജുകൾ അയക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനിയും മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ നാളെ ഒരുപാട് വിശേഷങ്ങളുണ്ട് റൈഡിംഗ് റിപ്പോർട്ടിൽ. അതിലേക്ക് നാളെ ഉച്ചയ്ക്ക് 2 മണി. ഇപ്പോൾ പോലീസ് ഡയറിയുടെ സമയമാണ്. സുഹൈൽ മുഹമ്മദ് ചേരും പോലീസ് ഡയറിയുമായി. നമസ്കാരം.